ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ക്രിസ്തീയ വിശ്വാസ തെളിവുകൾ എന്ന സുപ്രധാനമായ പഠന പരമ്പരയുടെ 6ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഭൂമുഖത്ത് ദൈവവിശ്വാസയെ നിൽക്കുന്ന ഒരു വ്യക്തി വളരെ വ്യക്തമായി തിരിച്ചറിയേണ്ട, ബോധ്യപ്പെടേണ്ട ഒരു വിഷയപഠനം. ഒരു നീണ്ട യാത്രയാണ്. ഒരു പഠനവും വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒന്നിൻ്റെ മേൽ ഒന്ന് പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പറയുന്ന, ചിന്തിക്കുന്ന വിഷയങ്ങൾ വീണ്ടും വീണ്ടും പല തരത്തിൽ ആവർത്തിച്ചെന്ന് വരും. അത് നിങ്ങളുടെ അനുഗ്രഹത്തിനും സഹായത്തിനുമായിരിക്കും. ഇപ്പോൾ 6ാമത്തെ അവതരണത്തിൽ നാം എത്തി നിൽക്കുന്നു. ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ തെളിവുകളിലേക്ക് നാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പല വാദഗതികൾ നാം പരിശോധിച്ചു. ആദ്യത്തേത് ഹേതുവാദം. കാരണം ഒരു ഫലമുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ഈ പ്രപഞ്ചം ഒരു ഫലമാണ്, നമ്മൾ ഒരു ഫലമാണ്. പക്ഷെ ഇതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ സമർത്ഥമായ ബുദ്ധി വൈഭവം ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ കാണാൻ കഴിയും. പക്ഷെ അതിനെ നാം അന്വേഷിക്കണം. ബുദ്ധിക്ക് തെളിവായി ഇത് വെളിപ്പെട്ടിരിക്കുകയാണ്. നമ്മളത് കാണണം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവമക്കളെ സംബന്ധിച്ച് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരിശോധിക്കണം. ഇപ്പോൾ ബുദ്ധിയുള്ള, ചിന്താശക്തിയുള്ള ഒരു അസ്തിത്വം, ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ പ്രകൃതിയിൽ അറിയാൻ പറ്റില്ല, പക്ഷെ ദൈവമുണ്ട് എന്നറിയാൻ പറ്റും. ഒരു ദൈവവിശ്വാസി ആദ്യം ബോധ്യപ്പെടേണ്ടത് ദൈവം ഉണ്ട്. ഇവിടെയാണ് സാത്താൻ, പിശാച്, ശത്രുവിൻ്റെ ആക്രമണം മുഴുവൻ. ദൈവമുണ്ട് എന്നുള്ള സത്യം ആരും തിരിച്ചറിയരുത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ ഈ ഹേതുവാദത്തെ പരിശോധിക്കുമ്പോൾ ഒരു ബുദ്ധിയുള്ള, യുക്തിയുള്ള, ചിന്താശക്തിയുള്ള ഒരു കാരണം ഇതിൻ്റെ പിറകിലുണ്ട്. അത് മതിയായ കാരണമാണ്. എന്തിൽ നിന്നാണോ സകലതും ഉത്ഭവിച്ചത്, ആ ഉത്ഭവിച്ചത് സൃഷ്ടിക്കപ്പെട്ടതിനേക്കാളും ഉന്നതമായ നിലനിൽക്കുന്ന ഒന്നിൽ നിന്ന് വന്നതാണ്. സൃഷ്ടിക്കപ്പെട്ടതൊന്നും നിത്യസ്വഭാവമുള്ളതല്ല. ഈ ഭൂമിയിലുള്ള ഒരു സൃഷ്ടികളും നിത്യസ്വഭാവമുള്ളതല്ല. നിത്യത എന്നത് സൃഷ്ടാവിൽ സ്വദേശീയമായിരിക്കുന്ന പ്രകൃതിയാണ്. താൽക്കാലികമായതിനെ ഉത്ഭവിപ്പിച്ചവൻ നിത്യനായവനാണ്. സകലത്തിൻ്റെ കാരണഭൂതനായവൻ. വസ്തുക്കൾ താൽക്കാലികമാണ്. ഇതാണ് നമ്മുടെ 1ാമത്തെ വാദത്തിൽ കണ്ടത്. 2ാമത്തേത് രൂപകൽപ്പനയുടെ വാദം, പ്രയോജനവാദം, ടെലിലോളജിക്കൽ. അതായത് ചുറ്റും നാം കാണുന്ന എല്ലാറ്റിലും രൂപകൽപ്പന, ഒരു കൽപ്പന, ഒരു മാതൃകയുണ്ട്. ആ മാതൃക ഈ സൃഷ്ടിയോട് ചേർന്ന് പ്രവർത്തിക്കാൻ യോജിച്ച വിധത്തിലുള്ള മാതൃകയാണ്. അപ്പോൾ ഈ ഒരു ക്രമം എല്ലാ മേഖലകളിലും, ജീവനുള്ളതും ജീവനില്ലാത്തതും മനുഷ്യനിലും എല്ലാം ഒരു ക്രമമുണ്ട്. എല്ലാം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി വിധത്തിൽ വെച്ചതാണത്. അവിടെ ഒരു ഉദ്ദേശം കാണാം. ഈ സൃഷ്ടിക്കപ്പെട്ട വ്യക്തി, ഈ സൃഷ്ടിച്ച വ്യക്തി ഇതെല്ലാം സൃഷ്ടിക്കുമ്പോൾ വ്യക്തമായൊരു ഉദ്ദേശത്തിലാണ് ഓരോന്നിനെയും സ്ഥാപിച്ചിരിക്കുന്നത്. പ്രപഞ്ചം മുഴുവൻ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക. ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന പോലെ. അതും ഒരു ജ്ഞാനത്തിൻ്റെ തെളിവാണ്. വ്യക്തമായൊരു ഉദ്ദേശത്തോടുകൂടി സൃഷ്ടിക്കപ്പെട്ട തെളിവാണ്. ഇതെന്താ തെളിയിക്കുന്നത്? അപ്പോൾ ഈ ലോകത്തിൻ്റെ പരിപാലനത്തിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്, ഒരു കാരണമുണ്ട്, ഒരു വ്യക്തിയുണ്ട്. അത് ആരാന്ന് കണ്ടെത്തുക പിന്നീട്. പക്ഷെ ഇതിൻ്റെ പിന്നിൽ ആരോ ഉണ്ട്. ഇത് താനെ ഉണ്ടായതല്ല. ആ വ്യക്തിയുടെ പരിപാലനത്തിലാണ് ലോകം ഈ ഭരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസി ആ കാരണത്തെ ദൈവമെന്ന് വിളിക്കും. അപ്പോൾ 1ാമത്തെ വാദവും 1ാമത്തെ വാദം ഹേതു, അതായത് കാരണം. 2ാമത്തെ വാദം ഉദ്ദേശം, പ്രയോജനം. ഈ 2 വാദങ്ങളും പരസ്പര പൂരകങ്ങളാണ്, ചേർന്ന് നിൽക്കുകയാണ്. അത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം പരസ്പരം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ യോജിച്ച വിധത്തിലുള്ളതാണ്. എല്ലാ സൃഷ്ടി വസ്തുക്കളും ഒന്നിനോട് ചേർന്ന് നിൽക്കാനുള്ളതാണ്. അത് മൃഗലോകത്തിലാകാം, സസ്യലോകത്തിലാകാം, മരങ്ങളുടെ ലോകത്തിലാകാം, എല്ലാ ലോകത്തിലും എല്ലാം പരസ്പര പൂരകമാണ്. ഒന്നൊന്നിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയാണ്. ചെടി ആടിന് വളമാകുന്നു, ആട് ഭക്ഷിച്ച് അത് പാലുണ്ടാക്കുന്നു, ആ പാല് മനുഷ്യനെ ഉപയോഗിക്കും. ഇങ്ങനെ എല്ലാം പരസ്പര പൂരകമായി നിൽക്കുന്നു. റോമലേഖനം 1:20, സങ്കീർത്തനം 8:1, സങ്കീർത്തനം 19:1, സങ്കീർത്തനം 50:6, 139:14, അപ്പോസ്തല പ്രവൃത്തികൾ 14:17, പ്രധാനമായി യോബിന്റെ പുസ്തകം 12:7-9. യോബ് ചോദിച്ചു, മൃഗത്തോട് ചോദിക്കും, അത് പറഞ്ഞു തരും. പക്ഷികളോട് ചോദിക്കും, മത്സ്യങ്ങളോട് ചോദിക്കും. അവർ പറയുന്നത് എവിടെ നിന്നുണ്ടായി എന്ന്. ഞാൻ എത്ര ശക്തമായ വാദഗതിയാണത്.
അപ്പോൾ സത്യസന്ധമായ പരിശോധന ഈ സൃഷ്ടിയിൽ ചെയ്തിട്ടുള്ള എല്ലാവരും ഒരു സൃഷ്ടാവിങ്കിലേക്ക് എത്തിച്ചേരും. ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നുള്ള നിശ്ചയത്തിലേക്ക് എത്തിച്ചേരും. ആര് ആ സൃഷ്ടാവുള്ള ബന്ധമെന്നൊക്കെ പിന്നീട്. സൃഷ്ടാവിന്റെ ലക്ഷ്യത്തിലേക്ക്, സൃഷ്ടാവിനെ തേടുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാൽ ഇത് കാണുന്ന സൃഷ്ടാവ് തീർച്ചയായും ആ വ്യക്തിക്ക് സത്യദൈവത്തെ, സൃഷ്ടാവിനെ കാണിച്ചു കൊടുക്കും. ഇപ്പൊ സൃഷ്ടി വ്യക്തമായി കാണിച്ചു തരുന്നു ഒരു ഉന്നത വ്യക്തിത്വമുണ്ട്, ഉന്നത വ്യക്തി. അപ്പോൾ ഈ രൂപകൽപ്പന നമ്മൾ അംഗീകരിക്കുമ്പോൾ വ്യക്തമായി നമ്മൾ പറയുകയാണ്, ഈ രൂപകൽപ്പന നൽകിയ ഒരു രൂപകൽപ്പകനുണ്ട്, ഇത് നിർമ്മിച്ച, ഈ രൂപം ഉണ്ടാക്കിയ ഒരാളുണ്ട്. അയാളുടെ മനസ്സിൽ നിന്ന് മാത്രമേ രൂപം വരികയുള്ളൂ. ആ രൂപം മുഴുവൻ സൃഷ്ടികളോട് ചേർന്ന് നിൽക്കാൻ പാകത്തിലുള്ള രൂപമാണ്. അത് വേറിട്ട് നിൽക്കില്ല. ആ രൂപം, ആ രൂപകൽപ്പന, ഡിസൈൻ ആ മൊത്തം പ്രവർത്തനത്തിന് യോജിച്ച നിലയിലാണ്, അല്ലെങ്കിൽ ചേർന്ന് നിൽക്കില്ല. അപ്പം നിയമം, ക്രമം, രൂപകൽപ്പന, പ്രപഞ്ചത്തിൽ ഇതുണ്ട്, നിയമമുണ്ട്. എല്ലാം ഒന്നിനൊന്നുകൂടെ ചേർന്ന് ഒരു നിയമപ്രകാരം പ്രവർത്തിക്കുന്നു. ഒരു ക്രമമുണ്ട്, ഒരു രൂപകൽപ്പനയുണ്ട്. ഇതൊന്നും ആകസ്മികമായി സംഭവിക്കില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ലോകത്തിൽ ക്രമമില്ലെങ്കിൽ മനുഷ്യന് നിൽക്കാൻ പറ്റില്ല, പ്രപഞ്ചത്തിന് നിൽക്കാൻ പറ്റില്ല. എല്ലാം കൃത്യക്രമത്തിൽ. രാത്രി കഴിയാറാകുമ്പോൾ വെളിച്ചം വരും, ഒരു കാലം കഴിയുമ്പോൾ മറ്റൊരു കാലം വരും. വിത്ത് നട്ടാൽ കൃത്യമായി വളർന്നു കഴിയുമ്പോൾ അതിൽ പൂക്കളും പഴങ്ങളും ഉണ്ടാകും. എല്ലാത്തിനും ക്രമമുണ്ട്, നിയമമുണ്ട്, എല്ലായിടത്തുമുണ്ട് ഈ ക്രമം. അതൊരു ഉന്നതമായ ജ്ഞാനത്തിൻ്റെ, ബുദ്ധി വൈഭവത്തിൻ്റെ സാക്ഷ്യമാണ്. ഇതിൻ്റെ പരിശോധനയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ആദ്യമായി പല ലോകങ്ങളിലേക്ക് നമ്മൾ നോക്കേണ്ടി വരും. ആദ്യം കോശങ്ങളുടെ ലോകം. കോശങ്ങൾ സങ്കീർണമാണ് വിഷയം. ഈ വിഷയങ്ങളെക്കുറിച്ച്, എല്ലാ വിഷയങ്ങളെക്കുറിച്ചുള്ള അഗാധമായ ജ്ഞാനവും നമുക്കുണ്ടാകില്ല. എങ്കിലും നമ്മുടെ വിഷയത്തെ സാധൂകരിക്കാൻ, ബലപ്പെടുത്താൻ വേണ്ടി ചില തെളിവുകൾ പരിശോധിക്കുകയാണ്. ഇപ്പൊ നാം കണ്ടു, മനുഷ്യ ശരീരത്തിൽ 10,000 മഹാകോടി കോശങ്ങളുണ്ട്. ചില കോശങ്ങൾ വളരെ ചെറുതാണ്. ചില കോശങ്ങളിൽ 6,000 വരെ കോശങ്ങൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 2.5 സെന്റിമീറ്ററിനകത്ത് 6,000 കോശങ്ങൾ വരെ ഉൾക്കൊള്ളും. അപ്പോൾ അതിൽ നിന്ന് തന്നെ കോശങ്ങൾ എത്രയുണ്ട്? നമ്മുടെ ഞരമ്പുകളും നാഡികളിലുമുള്ള കോശങ്ങൾ 100 വർഷം വരെ നിൽക്കാൻ കഴിവുള്ളവയാണ്. വെളുത്ത രക്തകോശങ്ങളുണ്ട്, അത് 13 ദിവസവും. ചുമന്ന രക്തകോശങ്ങൾ 120 ദിവസവും, അതായത് 4 മാസവും ആയുസ്സുള്ള കോശങ്ങളാണ്. പിന്നെ അത് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ചുവപ്പ് രക്തകോശങ്ങളിൽ ഏകദേശം 28 കോടിയിലധികം തന്മാത്രകളുണ്ട്. അതായത് സൂക്ഷ്മാണുക്കളുണ്ട്, ഓക്സിജൻ വഹിക്കുന്ന സൂക്ഷ്മാണുക്കൾ, തന്മാത്ര. ഓരോ തന്മാത്രയിലും 64,500 ഇരട്ടിയുള്ള ഹൈഡ്രജൻ, അത് പ്രപഞ്ചത്തിലെ വാതകങ്ങൾ ഉളവാക്കുന്ന ഹൈഡ്രജൻ ആറ്റമുണ്ട്. ഇതൊക്കെ ഒരു പക്ഷേ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ എന്തിലേക്കാണ് കൊണ്ടുവരുന്നത് മാത്രം ചിന്തിച്ചാൽ മതി. ഓരോ തന്മാത്രകളിലും ഓരോ ഈ മോളിക്യൂളിലും 10,000-കണക്കിന് ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, സൾഫർ, പിന്നെ ഇരുമ്പിൻ്റെ അംശങ്ങളെല്ലാം അടങ്ങുന്നതാണ്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ്. മനുഷ്യൻ്റെ ഓരോ കോശത്തിലും 46 ക്രോമസോം എന്ന് പറഞ്ഞാൽ പാരമ്പര്യ സ്വഭാവ സംക്രമണത്താൽ പ്രധാന പങ്ക് വഹിക്കുന്ന ജോഡിയായി കാണപ്പെടുന്നവയാണ് ക്രോമസോം എന്ന് പറയുന്നത്. ഓരോ സെല്ലില്, ഒരു സെല്ല് നമ്മൾ കണ്ടു കോടിക്കണക്കിന് 10,000 മഹാകോടി സെല്ലുകളാണ് ഒരു മനുഷ്യനുള്ളത്. അതിൽ ഒരു സെല്ലിൽ തന്നെ 46 ക്രോമസോം ഉണ്ട്. ഈ ക്രോമസോം, അതിലാണ് ഈ DNA എന്ന് പറയുന്ന കാര്യം, അതായത് നമ്മുടെ ജനിതക വിവരങ്ങൾ അടങ്ങിയിരിക്കുന്ന ഭാഗം DNA. ആ DNA ഒരു കമ്പ്യൂട്ടർ പോലെയാണ്. എല്ലാം അതിനകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, നമ്മുടെ ജനനസമയത്ത് തന്നെ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം, നമ്മുടെ കണ്ണിൻ്റെ നിറം എങ്ങനെയായിരിക്കണം, പൊക്കം എത്രയായിരിക്കണം, തൊലിയുടെ നിറം എന്തായിരിക്കണം എന്നുള്ളതെല്ലാം DNA-യിൽ, അതായത് ജൈവകോശപരമായിട്ട് ജനിതക വിവരങ്ങൾ, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള സകല വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നതിനെയാണ് DNA എന്ന് പറയുന്നത്. എൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡിയോസൈറി ബോണിക്യൂൾ ആസിഡ് എന്ന് പറയുന്ന DNA. അത് എല്ലാ കോശങ്ങളിലുമുണ്ട്. അതാണ് തീരുമാനിക്കുന്നത് നമ്മൾ എങ്ങനെയായിരിക്കും, എത്ര പൊക്കം വയ്ക്കും, എന്ത് നിറമായിരിക്കും. ഇപ്പം മനുഷ്യന് സൃഷ്ടി മുതലുണ്ട്. ഈ മനോഹരമായ, അത്ഭുതപ്പെടുത്തുന്ന, വിസ്മയിപ്പിക്കുന്ന ഒരു ക്രമമാണ്. നമ്മുടെ ചോദ്യം,
ഇത് പൊട്ടിത്തെറിച്ച് ആകസ്മികമായി സംഭവിച്ചതാണോ? ഈ 10,000 മഹാകോടി സെല്ലുകളുള്ള ശരീരത്തിൽ ഒരു സെല്ലിൽ, ഓരോ സെല്ലിലും ആ മനുഷ്യനെ കുറിച്ചുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി കമ്പ്യൂട്ടർ പോലെ നേരത്തെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് മനുഷ്യന്റെ സെല്ലിനകത്ത്. മാത്രമല്ല, കോശഭിത്തികളില്ലാത്തതും ബാക്ടീരിയേക്കാൾ ചെറുതായ സൂക്ഷ്മജീവികളുണ്ട്. അതിനെ മൈക്രോ പ്ലാസ്മ ഹോമിൻസ് എന്ന് വിളിക്കും. അതിന്റെ രാസനാമ S39. വളരെ ബാക്ടീരിയേക്കാളും ചെറുതാണ്. ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശങ്ങളാണ്. മനുഷ്യരുടെ ജീവനുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ തന്നെ 600 വിധത്തിലുള്ള പ്രോട്ടീനുകൾ, ജീവിതത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ആ പ്രോട്ടീനുകൾ അടങ്ങുന്നതാണ് ഓരോ ഈ മൈക്രോ പ്ലാസ്മ ഹോമിൻസ്. എത്ര ചെറുതാണ് ഇതെല്ലാം അടങ്ങുന്നത്, എത്ര സമ്പന്നമായ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ശാസ്ത്ര ലോകത്ത് പരിശോധിക്കുന്ന, പരീക്ഷണം നടത്തുന്ന, അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത്ഭുതപ്പെട്ടു പോകും. എത്ര സങ്കീർണമാണ് മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ കോശങ്ങൾ. നമ്മുടെ തലച്ചോറിലേക്ക് നോക്കിയാൽ അതിൻ്റെ രൂപഘടന, അതിൻ്റെ പ്രവർത്തനം മറ്റൊരു അത്ഭുത വിഷയം. എങ്ങനെയാണ് തലച്ചോറിലെ കോശങ്ങൾ പ്രവർത്തിക്കുന്നത്? അതിൻ്റെ ബാഹ്യഭാഗം, തലച്ചോറിൻ്റെ ബാഹ്യഭാഗം കോർട്ടക്സ് എന്ന് വിളിക്കും. അതിൽ തന്നെ ഒരു മനുഷ്യൻ്റെ സകല കഴിഞ്ഞുപോയ അനുഭവങ്ങൾ അവിടെയുണ്ട്. ഒരു വ്യക്തി കഴിഞ്ഞുപോയ എല്ലാ അനുഭവങ്ങളും ഉണ്ട്. വേണ്ട വിധത്തിൽ ഉത്തേജിപ്പിച്ചാൽ അത് പലതും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അവന് ആശ്വാസം നൽകുന്ന കാര്യങ്ങൾ അവിടെയുണ്ട്. അവൻ മറന്നുപോയത് പലതും അവൻ്റെ തലച്ചോറിൽ ശേഖരിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു ബ്രിട്ടീഷ് നാഡീവ്യൂഹ വിദഗ്ധൻ, അതായത് ന്യൂറോഫിസിസ്റ്റ്, അദ്ദേഹം പറഞ്ഞത് 1000 കോടിയിലധികം കോശങ്ങൾ തലച്ചോറിൻ്റെ അകത്തുണ്ട്. അത് അടുക്കി വെച്ച് അതിൻ്റെ ഒരു തത്തുല്യ പകർപ്പ് എടുത്താൽ തന്നെ അത് വളരെ വിശാലമാണ്. ഈ തലച്ചോറിനകത്ത് ശേഖരിച്ചു വെച്ചിരിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. ശരിയായി പൂർണ്ണമായി മിക്ക മനുഷ്യരും തലച്ചോറ് ശരിക്കും ഉപയോഗിക്കാറില്ല. ആ തലച്ചോറിനകത്ത് ശേഖരിക്കപ്പെടുന്ന പണ്ടത്തെ അനുഭവങ്ങളും മറക്കാൻ ആഗ്രഹിച്ചതും മറന്നുപോയതുമായ എല്ലാ കാര്യങ്ങളും അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് വെറും പെരുപ്പിച്ച് പറയുന്നതല്ല. ഇത് ഇപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ 16 ബീറ്റ് ശേഖരണ ശേഷിയുള്ള കമ്പ്യൂട്ടർ, അതായത് മൈക്രോ കമ്പ്യൂട്ടർ, അതൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ഇത് പെരുപ്പിച്ച് പറയുന്നതല്ല. ഈ സങ്കീർണതകൾ, സാധാരണ നഗ്ന നേത്രങ്ങൾ കാണാൻ കഴിയാത്ത സങ്കീർണതകളിലേക്ക് നമ്മുടെ തലച്ചോറിലെ പ്രവർത്തനം മാത്രം എടുക്കുമ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു. എന്തൊരു ക്രമമാണ്, എന്തൊരു രൂപകൽപ്പനയാണ്, ഇതെങ്ങനെ ഉണ്ടായി, എങ്ങനെയാണ് ഇപ്രകാരം ഒരു രൂപകൽപ്പന ഉണ്ടായത്? നമ്മുടെ വിഷയം അത് മാത്രമാണ്. അല്ല, മെഡിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അവബോധത്തോടു കൂടി നമ്മൾ ആഴമായി പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ വിഷയം ദൈവം ഉണ്ട് എന്നുള്ള സത്യത്തിലേക്ക് നമ്മളെ കാണിക്കുകയാണ്. അപ്പോൾ ഈ തലച്ചോറിലെ പ്രവർത്തനം നോക്കുമ്പോൾ അതിലെ ഒരുക്കം, അതിനെ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇതൊരു ആകസ്മികമായ സംഭവമാണോ? യാദൃച്ഛികയാ ഉണ്ടായതാണോ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഇങ്ങനെയുള്ള കോശങ്ങളും അതിലെ പ്രവർത്തനങ്ങളും അതിലെ DNA സംവിധാനവും? ഒരിക്കലുമല്ല. ഓരോ കോശത്തിലടങ്ങുന്ന ഈ DNA എന്ന് പറയുന്ന അതിലടങ്ങുന്ന വിവരങ്ങൾ പദാർത്ഥങ്ങളിൽ നിന്ന് വന്നതല്ല, കുഴഞ്ഞ മണ്ണിൽ നിന്ന് വന്നതല്ല, പദാർത്ഥങ്ങൾ ഉത്ഭവിച്ചതല്ല ഈ ക്രമവും സംവിധാനവും. എന്താണ് ഇതിലൂടെ ആവശ്യപ്പെടുന്നത്? ഉന്നതമായൊരു ജ്ഞാനം, ഇതൊരു അത്ഭുതം തന്നെയാണ് മനുഷ്യൻ, ഒരു ശരീരം. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങൾ മനുഷ്യരെ കുറിച്ച് പഠിക്കാൻ പറ്റും. നമുക്ക് മുന്നോട്ട് പോകാം. രണ്ടാമത്, പക്ഷികളുടെ ലോകത്തിലേക്ക് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഈ തെളിവുകളുടെ വിശദീകരണങ്ങളും വിവരങ്ങളും മുന്നോട്ടുള്ള പഠനത്തിൽ പലതവണ ഇതേപോലെ പലത് വീണ്ടും ആവർത്തിക്കും. ഈ വിഷയങ്ങളുടെ പല രൂപത്തിൽ വീണ്ടും നമ്മൾ വരും. ദൈവത്തിൻ്റെ അസ്തിത്വത്തെ തെളിയിക്കുന്ന പല പഠനങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ആവശ്യപ്പെട്ടത്, അല്പമെങ്കിലും ഈ പഠനങ്ങളോട് നമ്മൾ സത്യസന്ധത പുലർത്തുമെങ്കിൽ തുടർച്ചയായി കേൾക്കണം, നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു വയ്ക്കണം. ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്ക് വേണ്ട ഏറ്റവും പ്രധാന വിവരമാണ്. ദൈവത്തിലേക്ക് അവരെ നടത്താൻ ഇത് സഹായകരമാണ്. ദൈവനിഷേധത്തിൻ്റെ ലോകം, ദൈവനിന്ദയുടെ ലോകം. പലർക്കും ദൈവമില്ലെന്ന് പറയാൻ തെളിവെവിടെ? ദൈവം എവിടെ? ചോദിക്കല്ലാതെ അന്വേഷിക്കില്ല അവർ. മിക്ക വിശ്വാസികൾ എന്ന് പറയുന്ന വാളുകളൊക്കെ തുരുമ്പെടുത്തതാണ്. കുറേ വാക്യങ്ങൾ ഇങ്ങനെ കാണാതെ പറയും, അല്ല അതിനപ്പുറം ഒന്നും അറിയില്ല ദൈവത്തെക്കുറിച്ച് പറയാൻ. ഈ അത്ഭുത ലോകങ്ങളിലേക്ക് അവർ നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു വരാം, പക്ഷികളുടെ ലോകം. ഈ പക്ഷികളുടെ ലോകത്തിൽ ദേശാന്തര ഗമനം നടത്തുന്ന പക്ഷികളുണ്ട്. ഒരു ദേശത്തു നിന്ന് വേറെ ദേശത്തേക്ക് പോകുന്ന പക്ഷികൾ. അതൊരു അത്ഭുതകരമായൊരു പ്രതിഭാസമാണ്.
മനുഷ്യരെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. ഒരു ഉദാഹരണം മാത്രം പറയാം. ആർട്ടിക് ടേൺ. ആർട്ടിക് ടേൺ എന്നൊരു പക്ഷിയുണ്ട്. ചാര ശുഭ്രവർണ്ണ തൂവലോടുകൂടിയ ഇരട്ടവാലുള്ള നീണ്ട ചിറകുകളുള്ള ഒരു പക്ഷിയാണ് ആർട്ടിക് ടേൺ എന്ന പക്ഷി. ഈ ആർട്ടിക് എന്ന പക്ഷി വടക്കൻ അമേരിക്ക ഭൂഖണ്ഡത്തിലാണ് താമസിക്കുന്നത്, ഇവിടെ വസിക്കുന്നത്. ഒരു ത്രികോണ മുഖത്തോടു കൂടിയ ഒരു പ്രത്യേക പ്രദേശത്താണ് അവരത് കുടികൊള്ളുന്നത്. വർഷത്തിലൊരിക്കൽ ഈ പക്ഷികൾ അവിടെ നിന്ന് കുടിയേറി ദേശാന്തരം നടത്താൻ തീരുമാനിക്കും. ദേശാന്തരം നടത്താൻ തീരുമാനിക്കുമ്പോൾ ഒരു അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മുകളിൽ കൂടെ പറന്ന് സ്പെയിനിലൂടെ കടന്നു വന്ന് ആഫ്രിക്കയിലൂടെ ചെന്ന് വീണ്ടും അറ്റ്ലാന്റിക്കിന്റെ മറ്റൊരു വശത്തൂടെ കവർ ചെയ്ത് അവർ വീണ്ടും അന്റാർട്ടിക്ക, ലോകത്തിന്റെ കീഴിൽ നിന്നറിയപ്പെടുന്ന അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തിൽ എത്തും. കുറച്ച് ദിവസം ആൾ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അവർ തിരിച്ച് മടങ്ങി വരണമെന്ന് തീരുമാനമെടുക്കുമ്പോൾ ഈ പക്ഷികൾ തിരിച്ച് അതേ റൂട്ടിൽ, അതേ വഴിയിലൂടെ, ഉത്തരാർദ്ധ ഗോളത്തിലൂടെ പറന്ന് ഇടുങ്ങിയ തീരത്തിലൂടെ അതേ മണൽത്തിട്ടകൾ താണ്ടി അവർ എവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത് അവിടെ തിരിച്ചെത്തും. ഈ യാത്രയിൽ കുറഞ്ഞ വർഷം 30,000-ലധികം കിലോമീറ്റർ ഇത് സഞ്ചരിച്ചു കഴിഞ്ഞു. ഇതെല്ലാ വർഷവും സംഭവിക്കും. മിക്കപ്പോഴും അതേ തീയതിയിൽ യാത്ര ചെയ്യും, അതേ തീയതിയിൽ മടങ്ങി വരും. ഈ പക്ഷിയുടെ കയ്യിൽ വടക്ക് നോക്കി യന്ത്രമില്ല, മാപ്പില്ല, കലണ്ടറില്ല. പിന്നെ എങ്ങനെയാണ് ഇത്രയും ദൂരം സഞ്ചരിക്കുന്നത്? ആരും നഷ്ടപ്പെടുന്നില്ല, വഴിതെറ്റുന്നില്ല, ഒരുമിച്ച് സഞ്ചരിക്കും. ഈ പക്ഷികളുടെ ഈ ഒരു ദേശാന്തരം, ഈ ഒരു ദേശാന്തര ഗമനം, അതേ സമയത്ത് അവർ തിരിച്ചവിടെ സ്ഥലത്ത് മടങ്ങി വരും. എല്ലാ വർഷവും ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്ത പ്രധാനപ്പെട്ട ഒരു മാഗസിൻ ഉണ്ട്, നാഷണൽ ജിയോഗ്രാഫിക്. അവരുടെ സ്കൂൾ ബുള്ളറ്റിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഈ പക്ഷികളുടെ ദേശാന്തര ഗമനത്തെക്കുറിച്ച് അതൊരു മർമ്മമാണ്, ഒരു രഹസ്യമാണ്. ഇത്ര വർഷത്തെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം നടത്തിയിട്ടും ശാസ്ത്രജ്ഞന്മാർക്ക് പോലും ഈ രഹസ്യം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എങ്ങനെയാണ് പക്ഷികൾ ഇത്രമാത്രം കുടിയേറി പാർക്കുന്ന ഈ സ്വഭാവത്തിൽ അവരിങ്ങനെ യാത്ര ചെയ്യുന്നത്, കൃത്യമായി യാത്ര ചെയ്യുന്നത്? ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പരിണാമവാദികൾക്ക് ഇതിന് ഉത്തരമില്ല, വിശദീകരണമില്ല. അവർ പറയുന്നത് പരിണമിച്ചുണ്ടായ കഴിവാണ്. ഒരിക്കലുമല്ല. എല്ലാവർക്കും, എല്ലാ പക്ഷികളും അങ്ങനെ പരിണമിച്ച് കഴിവുണ്ടാകുന്നില്ല. അവർക്കിതിന് ഉത്തരമില്ല. അവർ പറയും പക്ഷികൾ പരിണമിച്ചുണ്ടായ ഒരു കോശ ജീവികളിൽ നിന്ന് പരിണമിച്ച് പക്ഷികളായി. എല്ലാ പക്ഷികളും ഇങ്ങനെ ചെയ്യുന്നില്ല, ചില പക്ഷികൾ മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ഈ പക്ഷികൾക്കൊരു ജ്ഞാനമുണ്ട്. പക്ഷെ ഈ ജ്ഞാനം വിവരമില്ലാത്ത, ബോധമില്ലാത്ത, ചിന്താശക്തിയില്ലാത്ത പദാർത്ഥത്തിൽ നിന്നല്ല. ഇവരുടെ ഈ ജ്ഞാനം, പറക്കാനുള്ള ജ്ഞാനം, ഉന്നതമായ ഒരു ജ്ഞാനത്തിൽ നിന്ന്, നിത്യമായ ഒരു ജ്ഞാന ഉറവിടത്തിൽ നിന്ന്. അതിന് സൃഷ്ടി ദൈവത്തിന് കിട്ടിയ ജ്ഞാനമാണ്. കൃത്യമായിട്ടുള്ള സംവിധാനത്തിൽ ചെയ്യാൻ എല്ലാ പക്ഷികളെ വിശദമായി പഠിച്ചാലും, എല്ലാ പ്രാണികളെ പഠിച്ചാലും അതിൻ്റെ രൂപകൽപ്പനയും ക്രമവും, അത് ക്രമത്തിൽ അതിൻ്റെ രൂപകൽപ്പനയിൽ അതിൻ്റെ ഉദ്ദേശമുണ്ട്. അതുപോലെ നീണ്ട ചുണ്ടുകൾ, ചില പക്ഷികളുടെ നീണ്ട പക്ഷിയേക്കാളും നീളമുള്ള ചുണ്ടുകളുണ്ട്. പൂവിൻ്റെ അകത്തേക്ക് ഇറങ്ങി തേൻ ശേഖരിക്കത്തക്കവണ്ണം അതിൻ്റെ രൂപകൽപ്പന അതിനുവേണ്ടിയാണ്. ചില പക്ഷികൾ ആ പൂവിൻ്റെ ചുറ്റും ഇങ്ങനെ പറന്ന് നിൽക്കും മിനിറ്റുകളോളം. എല്ലാ പക്ഷികളെയും പഠിച്ചു കഴിഞ്ഞാൽ ഈ അത്ഭുതപ്പെടുന്ന സത്യങ്ങൾ കാണാൻ സാധിക്കും. ഇത് പരിണാമവാദികളെ ഞെട്ടിച്ചിട്ടുള്ള, പ്രയാസപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളാണ്. മറ്റൊരു ലോകം, മത്സ്യങ്ങളുടെ ലോകം. മത്സ്യങ്ങളുടെ ലോകത്തിൽ ഇപ്രകാരമുള്ള ജ്ഞാനമുള്ള ഒരു മത്സ്യമാണ് ഈ വില്ലാളി മത്സ്യം എന്ന് പറയും. വില്ലാളി മത്സ്യം ഇന്ത്യ മുതൽ ഓസ്ട്രേലിയ വരെയുള്ള വടക്ക് പടിഞ്ഞാറൻ തീരങ്ങളിൽ, വടക്ക് പടിഞ്ഞാറൻ കടലുകളിലാണ് കാണപ്പെടുന്നത് ഈ വില്ലാളി മത്സ്യം. ഈ വില്ലാളി മത്സ്യം എന്ന് വിളിക്കാൻ കാരണം, ഈ മത്സ്യം അതിൻ്റെ കാഴ്ചയിൽ ഏതെങ്കിലും ഇലകളിലോ ചെറിയ കമ്പുകളുടെ മുകളിലോ ഒരു പ്രാണിയെ കണ്ടു കഴിഞ്ഞാൽ വെള്ളത്തിൽ കിടന്നുകൊണ്ട് വായിന്ന് വെള്ളം തെറിപ്പിച്ച് കീടങ്ങളെ വെള്ളത്തിൽ വീഴ്ത്തി പിടിക്കും. അതുകൊണ്ടാണ് ഇതിനെ വില്ലാളി എന്ന് വിളിച്ചിരിക്കുന്നത്. വളരെ സൂക്ഷ്മമായി, കൃത്യമായി ഇതിൻ്റെ വായിൽ നിന്ന് വെള്ളം തെറിപ്പിക്കും, കമ്പെയ്യുന്ന വേഗത്തിൽ. ആ വെള്ളത്തുള്ളി വന്ന് ആ പക്ഷിയുടെ, ജന്തുവിൻ്റെ പുറത്ത് കൊള്ളും, ആ പ്രാണിയുടെ പുറത്ത്, അത് താഴെ വീഴും. അത്ര മനോഹരമാണ്, അത്ര അത്ഭുതകരമാണ്. ഈ വാസ്തവം 1764 ലണ്ടനിലുള്ള റോയൽ സൊസൈറ്റി അവരിത് ആദ്യം, അതിലൊരു വ്യക്തി ഇത് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അത് ആരും ഇത് വിശ്വസിച്ചില്ല. ആൾക്കാർ പറഞ്ഞു ഇതൊരു കെട്ടുകഥയാണ്, ഇത് ഒരിക്കലും സംഭവിക്കില്ല, ഒരു പക്ഷി ഇങ്ങനെ ഇത്രയും ദൂരത്തിലേക്ക് വായിന്ന് വെള്ളം ചീറ്റില്ല.
ഈ പാമ്പുകൾ വളരെ ദൂരത്തിലേക്ക് വിഷം ചീറ്റുന്ന പോലെ. അതിൻ്റെ ഉള്ളിൽ ആ ശക്തി ദൈവം വെച്ചിരിക്കുകയാണ്, സൃഷ്ടിച്ച ആൾ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പലരും വിശ്വസിച്ചില്ല. 40 വർഷത്തിന് ശേഷം ഈ മത്സ്യങ്ങൾ പലതും പിടിച്ചു. പലതിനെ പിടിച്ച് നിരീക്ഷണം നടത്തി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഈ വൈവിധ്യം, ഇതിൻ്റെ കൃത്യമായുള്ള അമ്പെയ്യുന്നത് പോലെ വെള്ളം ചീറ്റുന്ന വൈവിധ്യം മനസ്സിലാക്കിയത്. പരിണാമ സിദ്ധാന്തത്തിന് ദോരം വീഴ്ത്തുകയാണ് ഈ സത്യങ്ങൾ. ഇതുവരെയും പരിണമിച്ചുള്ള അവസ്ഥകളല്ല. ക്രമം ഓരോ ജന്തുക്കളിലും, പക്ഷികളിലും, മൃഗങ്ങളിലും, പുഷ്പങ്ങളെല്ലാം വെച്ചിരിക്കുന്ന ക്രമം നമ്മൾ കാണുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു നിത്യമായ ജ്ഞാനം, മനുഷ്യന്റെ ജ്ഞാനത്തെക്കാളും വളരെ ഉന്നതമായ നിത്യമായൊരു ജ്ഞാനത്തിൽ നിന്നാണ് ഈ സംവിധാനങ്ങൾ രൂപപ്പെട്ടതെന്ന് വ്യക്തമാണ്. ഇത് അനവധി തെളിവുകൾ കാണാൻ സാധിക്കും. നീണ്ട വിഷയങ്ങളാണിത്. ഓന്തുകളുടെ നിറമാറ്റം, തവളകളുടെ നിറമാറ്റം, അത് ശബ്ദമുണ്ടാക്കുന്നതിന് പിന്നിലുള്ള ശാസ്ത്രം, ചിലന്തി വലയിൽ കുടുങ്ങാതെ ചിലന്തി തൻ്റെ വല നെയ്യുന്ന വിധം, ഉറുമ്പ് തൻ്റെ കൂട് കൂട്ടുന്നതും ആഹാരം സമ്പാദിക്കുന്ന വിധം, തേനീച്ചയുടെ സംവിധാനം, അതിൻ്റെ കൂട് കൂട്ടുന്ന മാതൃകകൾ, വിമാനം പോലും നിർമ്മിക്കാൻ ഉപയോഗിച്ച മാതൃകയാണ് തേനീച്ചക്കൂടിൻ്റെ മാതൃക. ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? ഈ പ്രാണികളും മൃഗങ്ങളും പക്ഷികളും എല്ലാം പരിണമിച്ച് പഠിച്ചതല്ല ഇത്. ഒരിക്കലും പദാർത്ഥത്തിൽ നിന്ന് ഉത്ഭവിച്ചതുമല്ല. മറ്റൊരു ലോകത്തിനെക്കുറിച്ച് പരാമർശം നടത്തി നമുക്ക് തുടരാം അടുത്ത ദിവസം. ഈ പ്രപഞ്ചം എന്ന ലോകം, ഈ പ്രപഞ്ചത്തിലെ ക്രമം, അതിലെ സങ്കീർണത, അത് വ്യക്തമായി കാണിച്ചിരുന്ന സത്യം തന്നെയാണ് സൂക്ഷ്മബുദ്ധിയുള്ള, ബുദ്ധിവൈഭവമുള്ള രൂപകൽപ്പന നൽകിയ ഒരാളിൻ്റെ പിന്നിലുണ്ട്. നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചം ആ രൂപകൽപ്പനയുടെയും ക്രമത്തിൻ്റെയും ഫലമാണ്. ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം പരിണാമവാദി കൂടിയായിരുന്നു. അദ്ദേഹം ഈ ശാസ്ത്രജ്ഞനെ അന്വേഷിച്ച് അവസാനം അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൽ കൃത്യമായി പറഞ്ഞു, ഈ ഭൂമിയുടെ കൃത്യത, അതായത് അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: ഭൂമി കൃത്യമായ സ്ഥാനത്താണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ബാഹ്യപാദം ഒരു 10 അടി താഴെയായിരുന്നെങ്കിൽ, അതിൻ്റെ പുറംചട്ട, ഭൂമിയുടെ പുറംചട്ട ഒരു 10 അടി താഴെയായിരുന്നെങ്കിൽ, സമുദ്രവും കുറച്ച് താഴെയായിരുന്നെങ്കിൽ ഒരിക്കലും മനുഷ്യന് ഓക്സിജനോ, അതായത് ശുദ്ധവായുവോ, സസ്യങ്ങളോ ഒരിക്കലും ഉണ്ടാകില്ല. ഭൂമി തിരിയുകയാണ് 24 മണിക്കൂർ. ഈ ഭ്രമണം അല്പം വൈകിയാൽ, കൃത്യമായി കീ കൊടുത്തതുപോലെ ഭൂമി തിരിയുകയാണ്, അച്ചുതണ്ട്. ഈ തിരിയുന്നത് അല്പം വൈകിയാൽ ഭൂമിയിലെ ജീവിതം അസാധ്യമാണ്. ഈ തിരിയുന്ന വേഗത, സൂര്യന് ചുറ്റുമാണ് തിരിയുന്നത്. അത് കൂടിയാൽ, അത് കുറഞ്ഞാൽ ഭൂമിയിലെ ജീവിതം അസാധ്യമാണ്. ഒന്നുകിൽ തണുത്ത് മരവിച്ചു പോകും, അല്ലെങ്കിൽ വെന്ത് കരിഞ്ഞു പോകും. ജീവിതം തന്നെ വ്യത്യസ്തമാണ്. ഇപ്പൊ സൂര്യൻ ആയിരക്കണക്കിന് മറ്റ് ഗ്രഹങ്ങൾ പോലെ സൂര്യനും ഭൂമിയിലെ മനുഷ്യന്റെ ജീവിതം വാസയോഗ്യമാക്കുവാൻ അതിനെ കൃത്യമായ സ്ഥാനത്ത് വെച്ചിരിക്കുന്നു. സൂര്യനേക്കാളും വലിയ ഗ്രഹങ്ങളുണ്ട് അന്തരീക്ഷത്തിൽ. അത് താഴേക്ക് വന്നാലുള്ള അവസ്ഥ എന്താണ്? ഭൂമിയെ വിഴുങ്ങാൻ കഴിയുന്ന വലിപ്പമുള്ള ഗ്രഹങ്ങളുണ്ട്. അന്തരീക്ഷം എങ്ങനെയാണ്? ഒരു അന്തരീക്ഷം പന്ത് വെച്ചാൽ നിൽക്കില്ല. ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മുടെ മനസ്സ്, ചിന്തകൾ, യോബിനോട് ദൈവം ചോദിച്ചതുപോലെ, യോബ് വീരവാദം മുഴുക്കി യോബിനോട് ദൈവം ഏകദേശം 60ഓളം ചോദ്യങ്ങൾ ചോദിക്കും. അതേപോലെ നിന്റെ അരയൊന്ന് കെട്ട്, ഞാൻ ചില ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ യോബ് വാപുത്തികളെ, ഒന്നിനും ഉത്തരമില്ല, ഒരു ചോദ്യത്തിനും ഉത്തരമില്ല. ഇപ്പൊ ഒന്നും അറിയാത്ത മനുഷ്യനാണ് ദൈവമില്ല എന്ന് പറഞ്ഞ് വീമ്പിളക്കുന്നത്. ദൈവം അവനെ നോക്കി ചിരിക്കുകയാണ്. അവസാനം യോബ് പറഞ്ഞു, ഞാൻ സമ്മതിച്ചു, ഞാൻ അറിയാതെ പറഞ്ഞുപോയി, ഇപ്പോൾ ഞാൻ കാണുന്നു, എൻ്റെ കണ്ണാൽ എനിക്ക് കാണാം, പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് പുതിയ ദർശനം കിട്ടി, എൻ്റെ ദൈവത്തെ എനിക്ക് ചുറ്റും കാണാം. ഇതല്ലേ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഭൂമിയെ, സൂര്യനെ എല്ലാം കൃത്യസ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. ഭൂമിയുടെ പുറത്തുള്ള വാതകങ്ങൾ അതെത്ര കൃത്യമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരല്പം ഒരു മാറ്റം വന്നാൽ മാരകമാകും മനുഷ്യൻ്റെ ജീവിതം. അനേക ശാസ്ത്രജ്ഞന്മാർ തിരിച്ചറിഞ്ഞ് ഊന്നൽ കൊടുത്തിട്ടുണ്ട് ഭൂമിയുടെ ഈ ക്രമം, കൃത്യമായ ക്രമം. അത് ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കേണ്ട വിധത്തിൽ വെച്ചിരിക്കുകയാണ് ദൈവം. അതിൻ്റെ ഈ കൃത്യത വ്യക്തമായി കാണിച്ചു തരും. ജ്ഞാനവൈഭവമുള്ള, രൂപകൽപ്പനയുള്ള ഒരു സൃഷ്ടാവ്. അത് തുടരാം അടുത്ത ദിവസം കൂടുതലായിട്ട്.
തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്. അല്പമെങ്കിലും താല്പര്യ വിഷയത്തിനുണ്ടാകണം. ഈ വിഷയത്തെ കൊണ്ട് താല്പര്യമില്ലാത്തവർക്ക് കർണരസമാകുമാറുള്ള ഒരു പ്രസംഗം പോലെ നമുക്കിതിനെ കാണാൻ പറ്റില്ല. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരമാണ്. നമുക്ക് വ്യക്തമായ നിശ്ചയം, നമ്മുടെ കാലിന് ഉറപ്പ് കിട്ടും നിൽക്കുമ്പോൾ. ഇതൊരു പ്രാർത്ഥിക്കുമ്പോൾ കൃത്യമായ വ്യക്തമായ വിശ്വാസമുണ്ടാകും. ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവമുണ്ട്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് സംഗീതക്കാരൻ പറഞ്ഞതുപോലെ, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണമെന്ന് ദൈവം പറഞ്ഞതുപോലെ, അതിന് സഹായകരമാണ് ഈ കാര്യങ്ങൾ. ദൈവങ്ങൾ സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനത്തിൽ. താങ്ക് യു.